ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മെയ് 21 വ്യാഴാഴ്ച തിരളത്തിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത് കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം തന്നെ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ആദ്യ ദിവസത്തെ പോലെ തന്നെ രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയും സിനിമയ്ക്ക് വളരെ മികച്ച ബുക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച പ്രീസെയിലായി കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 6 കോടി റേഞ്ചിൽ തന്നെയാണ്. നാളെ ശനി, മറ്റന്നാൾ ഞായർ എന്നിങ്ങനെ 2 ദിവസത്തേക്കായി ബുക്ക് മൈ ഷോ വഴി ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിച്ചിരിക്കുന്നത് 7 കോടി 75 ലക്ഷം രൂപയുടെ ടിക്കറ്റുകളാണ്. ഇന്ന് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ വേൾഡ് വൈഡ് പ്രീസെയിൽ 21 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ ഓപ്പണിംഗായി നേടിയെടുത്തത് 10 കോടി 88 ലക്ഷം രൂപയായിരുന്നു. ഇന്നലെ വ്യാഴാഴ്ച മാത്രം കേരളത്തിൽ 500 നൈറ്റ് എക്സ്ട്രാ ഷോകളാണ് സിനിമയ്ക്ക് വേണ്ടി ചാർട്ട് ചെയ്യുന്നത്. സിനിമ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തത് 1 കോടി 30 ലക്ഷം രൂപയാണ്. ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 2 കോടി 18, കർണാടകയിൽ 2 കോടി 94, ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1 കോടി 38 എന്നിങ്ങനെ 18 കോടി 88 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം ഇന്ത്യൻ ഓപ്പണിംഗായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ആക്കി വരുന്നതേയുള്ളൂ. UK-യിൽ നിന്ന് മാത്രം 4 കോടി ഇന്നലെ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദ്യ ദിവസം 50 കോടിക്ക് മുകളിൽ ഉറപ്പിച്ചു കഴിഞ്ഞ ഈ സിനിമയുടെ ഫൈനൽ ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നത് 55 കോടി റേഞ്ചിലാണ്. സൂര്യനായകനെ RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ കറുപ്പ് എന്ന തമിഴ് സിനിമയും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറ്റം തുടരുക തന്നെയാണ്. ഈ സിനിമ 7-ാം ദിവസം കൂടിയ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 40 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. സിനിമ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 10 കോടി 94 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. 3.5 കോടി തിയേറ്റർ റൈറ്റ്സ് ഉള്ള ഈ സിനിമയ്ക്ക് 4 കോടി 85 ലക്ഷം രൂപ കേരളത്തിൽ ഷെയറായി കിട്ടിയിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് 7 ദിവസം കൊണ്ട് 15 കോടി 44 ലക്ഷം കളക്ട് ചെയ്ത സിനിമ 7 കോടി 24 ലക്ഷം രൂപ ഷെയറായി നേടിയെടുത്തിട്ടുണ്ട്. കർണാടക തിയേറ്റർ റൈറ്റ്സ് 4 കോടിയാണ്. തമിഴ്നാട്ടിൽ 7 കോടി രൂപയാണ് ഇന്നലെ വ്യാഴാഴ്ച സിനിമ കളക്ട് ചെയ്തത്. അങ്ങനെ 7 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 89 കോടി രൂപയാണ്. സിനിമയുടെ തമിഴ്നാട് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് 40 കോടി രൂപയ്ക്കാണ്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ആദ്യ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 195 കോടി 60 ലക്ഷം രൂപയാണ്. എന്നാൽ ഒഫീഷ്യൽ റിപ്പോർട്ട് അനുസരിച്ച് 207 കോടിയുടെ പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരുന്നു. മെയ് 14 വ്യാഴാഴ്ച തിരളത്തിൽ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് അതിരടി. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, സെറിൻ ഷഹാബ്, റിയ ഷിബു, ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം 8-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 1 കോടി 8 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 8 ദിവസം ഉണ്ടങ്ങനെ കേരളത്തിൽ 27 കോടി 70 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 55 കോടി റേഞ്ചിലാണ്. 9-ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച അതിരടിക്ക് വേണ്ടി ബുക്ക് മൈ ഷോയിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ 1500, 1800 ടിക്കറ്റ് വരെയാണ്. ഇന്ന് വെള്ളിയാഴ്ച 2 ചെറിയ മലയാള സിനിമകളും അതുപോലെ തന്നെ ഒരു ബോളിവുഡ് സിനിമയും തിയേറ്ററിലെത്തിയിട്ടുണ്ട്. അഭിലാഷ് R. നായർ സംവിധാനം ചെയ്ത ഡോസ് എന്ന മലയാള സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. സിജു വിൽസൺ, ജഗദീഷ്, അശ്വിൻ കുമാർ, ദൃശ്യ രഘുനാഥ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ഷാൻഡോ തോമസ്, അൻകിത് K. ത്രിവേദി എന്നിങ്ങനെ 2 പേർ ചേർന്നാണ്. തിരക്കിനിടയിൽ അല്പനേരം എന്ന മലയാള സിനിമയാണ് 2ാമത്തെ റിലീസ്. ജയൻ ആനിക്കാട് തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമ അജിത്ത് കൂത്താട്ടുകുളമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അനിരുദ്ധ് രമേശ്, നവൻലാൽ, നിരഞ്ജൻ കൃഷ്ണ, ശിവാനി അനിൽ, അജിത്ത് കൂത്താട്ടുകുളം എന്നിങ്ങനെയാണ് താരങ്ങൾ. ടോൺസ് അലക്സാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. കേരളം ഉൾപ്പെടെ ഇന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ബോളിവുഡ് സിനിമയാണ് ചാന്ദ് മേരാ ദിൽ. ചിത്രത്തിൽ ലക്ഷ്യ, അനന്യ പാണ്ഡെ, ആസ്ഥ സിംഗ്, പ്രീതം റാത്തോഡ്, ആശിഷ് ഡബ്ബി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് വിവേക് സോണിയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.